السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സൂചിപ്പിച്ച പോലെ സാധാരണ സമസ്തയും അതുപോലെ മുജാഹിദുകളും ആദർശതലത്തിൽ എവിടെയെല്ലാം വേറിട്ട് നിൽക്കുന്നു, ഏതെല്ലാം രൂപത്തിൽ ആദർശപരമായ വ്യത്യാസമുണ്ട്, ഇത് നാട്ടിൽ കൂടുതൽ ചർച്ചയാകുന്നത് കൊണ്ട് മിക്കവാറും ആളുകൾക്ക് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരും നമ്മളും ഏതെല്ലാം രംഗത്ത് വേറിട്ട് നിൽക്കുന്നു, ആദർശപരമായ വ്യത്യാസം എന്താണ് എന്ന് കൂടുതൽ ചർച്ചകൾ നടക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ധാരണ കുറയാനിടയുണ്ട്, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ. അതിന് ഏറ്റവും പ്രധാനമായ കാരണം നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അവരവരുടെ ആദർശ പ്രചരണത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മളവരെ ആദർശപരമായി വിമർശിച്ച് സംസാരിച്ചാൽ പോലും അവരുടെ ഭാഗത്തൊരു മറുപടിയോ പ്രതികരണമോ ഒന്നും ഉണ്ടാവില്ല, അവരങ്ങനെ കിടക്കും. അപ്പം അവരും നമ്മൾ തമ്മിൽ എവിടെയാണ് ഏറ്റവും പ്രധാനമായി വേറിട്ട് നിൽക്കുന്നത് എന്നൊരു പോയിൻ്റാണ് ഈ ആമുഖ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഈ സമസ്തയുടെയൊക്കെ പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, മുജ ജമകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ മുജാഹിദും ജമാഅത്തും രണ്ടും ഷോർട്ടാക്കിയിട്ടുള്ള രണ്ടും കൂടെ ഒരു മുറക്കമായ ഒരു പേരായി ഉപയോഗിച്ച് വരിക, മുജ ജമകൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് രണ്ടും തന്നെയാണ്. യഥാർത്ഥത്തിൽ മർമ്മപ്രധാനമായ വ്യത്യാസം അത് തൗഹീദുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, ഇതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം അവിടെ നിന്നെ മാത്രം എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ മഫ്ഊൽ ബിഹി ആദ്യം പറഞ്ഞു, നിന്നെ എന്നത്. ആ മഫ്ഊൽ ബിഹി ആദ്യം പറഞ്ഞത് അതിൻ്റെ പ്രധാനമായ ഒരു ആശയം എന്ന് പറഞ്ഞാൽ മാത്രം എന്ന മുഫസ്സിറുകളൊക്കെ പറയുന്നുണ്ട്, വഖുദ്ദിമൽ മഫ്ഊലു ലിൽ ഹസ്ർ അല്ലെങ്കിൽ ദലാലത്തി അലൽ ഹസ്ർ, മാത്രം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളിടത്ത് നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന അർത്ഥം കൂടെ പറയണം എന്നാണ് മൗദൂദി സാഹിബ് ആവിഷ്കരിച്ച് ആ രൂപത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ സമൂഹത്തിൽ തൻ്റെ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ അർത്ഥം. അവിടെ അതുകൊണ്ട് വരുന്നത് അല്ലാഹ്ക്കല്ലാതെ ആർക്കും ആരാധന അർപ്പിക്കാൻ പാടില്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ആരാധന ചെയ്യാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളയല്ല, അള്ളാഹ്ക്ക് മാത്രമേ ആരാധന പാടുള്ളൂ. എന്നാൽ അവിടെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന അർത്ഥം കൂടെ പറയുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, അള്ളാഹനല്ലാതെ ആരെയും അനുസരിക്കാൻ പാടില്ല എന്ന് വരും. അപ്പോൾ ആരനുസരിക്കാൻ പറ്റൂല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പാടില്ലാത്ത പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും പറ്റൂല. കാരണം ആർക്ക് മാത്രമുള്ളതാണ് അനുസരണം, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ ആരെയും അനുസരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാൻ പാടില്ല, ഉമ്മാനി ഉപ്പാനി അനുസരിക്കാൻ പാടില്ല, അതുപോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാൻ പാടില്ല, വിദ്യാർത്ഥികൾ അധ്യാപനം അനുസരിക്കാൻ പാടില്ല. കാരണം എന്താ, ഒന്നും അല്ലല്ലോ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രങ്ങൾ അനുസരിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു അബദ്ധം അതാണ്.
അപ്പോൾ അവിടെ ആ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പിഴച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചില ആശയങ്ങൾ കെട്ടിപ്പടുത്തത്. യഥാർത്ഥത്തിൽ അനുസരണത്തിൻ്റെ ഇസ്ലാമിക മാനം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ധിക്കാരമായ രൂപത്തിൽ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് എതിരാകാത്ത രൂപത്തിലാണെങ്കിൽ അനുസരിക്കാം. ചില അനുസരണങ്ങൾ നിർബന്ധവും. ഉമ്മാനും ബാപ്പനെ അനുസരിക്കണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അനുസരിക്കണ്ടേ? യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല. ഈ ആയത്ത് ഇതേ പദങ്ങൾ സമാനമായ ആശയത്തിൽ എത്രയാണ് ഖുർആൻ തന്നെ പറഞ്ഞത്? അള്ളാഹുവിനെ മാത്രമാണ് അനുസരിക്കാൻ പാടുള്ളൂ. അല്ലല്ലാത്തവർ അനുസരിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രവാചകൻ അനുസരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പ്രവാചകൻ അനുസരിക്കണം എന്ന് ഖുർആൻ പറയോ? പ്രവാചകൻ അള്ളാഹിനെ അനുസരിക്കണം, പ്രവാചകൻ അനുസരിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? അപ്പൊ നേരെ തൗഹീദിന് വിരുദ്ധമായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞോ? അപ്പോ അനുസരണത്തിന്റെ ഇസ്ലാമിക മാനം എന്ന് പറയുന്നത് ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിന് എതിരാകാത്ത രൂപത്തിൽ ചില അനുസരണം പ്രവാചകൻ സാഹസം അനുസരിക്കണം നിർബന്ധമാണ്. അങ്ങനെ അനുസരിക്കൽ നിർബന്ധമായതുണ്ടാവും, ചില അനുസരിക്കൽ അനുവദനീയമായതുണ്ടാവും. അപ്പൊ ഈ രൂപത്തിലാണ് അനുസരണത്തിന്റെ മാനദണ്ഡം. ഇനി ഇത് വെച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ആശയത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ പഴയ കാലത്ത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അവരതിന് കാരണം പറഞ്ഞതറിയോ? നമുക്ക് ആവൂല, അല്ലെങ്കിൽ എന്തെങ്കിലും സമരത്തെ പങ്കെടുത്താൽ പരിക്ക് പറ്റും, ഈ പേടിയോ അതൊന്നുമല്ല. അവർ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തി ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തി ആട്ടി ഓടിച്ചാൽ പകരം വരുന്നത് എന്തല്ല, ഒരു ഇസ്ലാമിക ഭരണകൂടമല്ല. അപ്പൊ അവരുടെ ഒരു സങ്കല്പം, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസ രീതി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ്, ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണ്, ഈ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ആരനുസരിക്കലല്ല, അള്ളാഹനല്ലല്ലോ അനുസരിക്കുന്നത്. ഇവിടുത്തെ ഈ സംവിധാനത്തല്ലേ. ആരെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ? അള്ളാഹനെ മാത്രം. അല്ലാത്തവരെ അനുസരിച്ചാലോ അത് ശിർക്കാണ്. കാരണം ഇയ്യാക്കനെ അഅ്ബുദു എന്നാണ് അവർ അതാണ് അവരുടെ അടിസ്ഥാനം. അത് വെച്ചിട്ടാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്തത്. അപ്പോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതുപോലെ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, ഈ ഭരണകൂടത്തെ അനുസരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പങ്കെടുത്ത് ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയി പകരം വരുന്നത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ഓക്കെ, അതല്ലല്ലോ വരുന്നത്. പകരം എന്താണ്? മറ്റൊരു ജനാധിപത്യ വ്യവസ്ഥയല്ലേ വരുന്നത്. അപ്പൊ ലാത്ത പോയി മനാത്ത വരലാണ് എന്ന് പറഞ്ഞാൽ ലാത്തൊരു വിഗ്രഹം, മനാത്ത മറ്റൊരു വിഗ്രഹം, രണ്ടും കണക്കാണ്. ഇതുകൊണ്ടാണ് അവർ ഇത് വിട്ടുന്നത്. മാത്രമല്ല അന്ന് അവര് അവരുടെ അടിസ്ഥാനം എപ്പോഴും അത് തന്നെയാണ്. എന്താണ്? വോട്ട് ചെയ്യാൻ പാടില്ല. കാരണം വോട്ട് ചെയ്താൽ എന്താ വരാൻ പോകുന്നത്? ഇസ്ലാമിക ഭരണകൂടമല്ലല്ലോ. അതേപോലെ തന്നെ ഗവൺമെന്റ് ജോലി എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു 10 മണിക്ക് ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസിൽ എത്തണം എന്നൊരു നിയമം ആ ഉദ്യോഗസ്ഥൻ അനുസരിച്ചാൽ അള്ളാഹിനെയാണോ അനുസരിക്കുന്നത്? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ 10 മണിക്ക് ഓഫീസിൽ എത്തണം? ഇല്ല. അത് ഇവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അപ്പൊ ആരെ അനുസരിക്കുന്നത്? അല്ലല്ലാത്തവരെയാണ്. അപ്പൊ അത് ഇയ്യാക നഅ്ബുദു, അവരുടെ ഭാഷയിൽ നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എന്നതിന്റെ കൂടെ നിന്നെ മാത്രം നിങ്ങൾ അനുസരിക്കുന്നു എന്ന അവരുടെ ആ വിശ്വാസത്തിനെതിരായി. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. എത്രത്തോളം വെച്ചാൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യൂല. എപ്പോഴേ മത്സരിക്കുള്ളൂ? അവരുടെ മുൻ വാദം എന്തായിരുന്നു അറിയോ? ഒരു ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ആ രൂപത്തിൽ അന്തരീക്ഷം വരുന്ന രംഗത്ത് മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ. പക്ഷേ അവർ സങ്കല്പിക്കുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു തൗഹീദ് അനുസരിച്ച് അവർക്ക് തന്നെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെയുള്ള ലോകത്തെ ഏക അത്ഭുത ജീവിയായിരിക്കും ജമാഅത്ത് ഇസ്ലാമി. കാരണം ഒരു തൗഹീദ് മുന്നോട്ട് വെക്കുക. അപ്പം നമ്മൾ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കാൻ കഴിയുമോ നമുക്ക്? എന്നാൽ ഇവർ ഈ പറയുന്ന പോലെ അള്ളാഹിനെ മാത്രമാണ് അനുസരിക്കേണ്ട അല്ലെങ്കിൽ ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് തന്നെ അത് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവർക്ക് ആരൊക്കെ ഉമ്മാനനുസരിക്കേണ്ടേ, വാപ്പനനുസരിക്കേണ്ടേ, എന്തെല്ലാം അനുസരിക്കേണ്ട, അധ്യാപകന് ഒരു പ്രിൻസിപ്പൾ ആണെങ്കിൽ കീഴിലുള്ള ആൾക്കാരനുസരിക്കണ്ടേ, അത് മാനേജ്മെന്റ് അനുസരിക്കേണ്ട, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ട്. അതൊക്കെ ഇവർ അനുസരിക്കുന്നുണ്ട്. പോയി അവർ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, എന്നിട്ട് അവരെന്നെ മത്സരിക്കുക.
എന്നിട്ട് അവരെക്കുറിച്ചാണ്, വളരെ ന്യൂനപക്ഷമുള്ള അവരെക്കുറിച്ചാണ് ചർച്ച നടന്നു കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിക ഭരണം ഇവിടെ ഉണ്ടാകണമെന്നും, ഇല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ ജീവിക്കുന്ന ഒരാള് ആ വ്യവസ്ഥിതിയെ അനുസരിക്കുന്നത് കൊണ്ട് ശിർക്ക് ചെയ്യുകയാണ്, തൗഹീദിന് എതിരാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് അവരുടെ വാദം. അവിടെയാണ് നമ്മളും അവരും, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ, നമ്മൾ സലഫി പ്രവർത്തകർ, അതേപോലെ തന്നെ നമ്മൾ മുജാഹിദുകൾ, നമ്മൾ അവരുമായി വേറിട്ട് നിൽക്കുന്ന മർമ്മപ്രധാനമായ ഭാഗം അതാണ്. ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ തൗഹീദ് പൂർത്തിയാകൂ എന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. എത്രയോ പ്രവാചകന്മാർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന് ഭരണം കിട്ടിയിട്ടുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ? എത്ര പ്രവാചകന്മാർക്കാണ് കിട്ടിയത്? വളരെ കുറഞ്ഞ പ്രവാചകന്മാർക്കല്ലേ. അപ്പൊ അവിടെ നിന്ന് വിശ്വാസം പൂർത്തിയല്ലേ, തൗഹീദ് പൂർത്തിയല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ കാര്യം എന്നത് നമ്മൾ മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആബുകളൊക്കെ സൂചിപ്പിച്ചതാണ്. ഇതാണ് ഇതിന്റെ ഔട്ട്ലൈൻ. ഇതിൽ നിന്നുകൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അത് നമ്മുടെ പണ്ഡിതന്മാർ മറ്റുള്ളവരുണ്ട്, അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള നിങ്ങൾ ചോദിക്കാതില്ല. അസ്സലാമു അലൈക്കും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പൊതുവായിട്ടുള്ളൊരു അനുസരണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഇബാദത്ത് എന്നുള്ളത് അനുസരണ എന്നുള്ളൊരു അർത്ഥ പശ്ചാത്തലം എന്തില്ല, ഇല്ല എന്നുള്ള രൂപത്തിൽ സംസാരം വന്നല്ലോ. പക്ഷെ നമ്മൾ ഖുർആനിൽ രണ്ട് ഭാഗത്ത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ആരാധനക്ക് അനുസരണ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഒന്ന് സൂറത്തു യാസീനിൽ 60-ാമത്തെ ആയത്തിലേറ്റെ യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ശൈത്താനിനെ ആരാധിക്കാൻ പാടില്ല. അഥവാ അവിടെ ശൈത്താനിനെ ആരാധിക്കുക എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവിടെ അല്ലാ തഅബുദു ശൈത്വാൻ എന്നുള്ളത് കൊണ്ട് പിശാചിനെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമാണല്ലോ. അതേപോലെ തന്നെ നമ്മളെ വേറൊരു സ്ഥലത്ത് സൂറത്തുൽ മുഅ്മിനൂനിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. വഖൗമുഹുമാ ലനാ ആബിദൂൻ, അതായത് ഫിറഔൻ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ അനുയായികളെ അവരെൻ്റെ ആരാധിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അഥവാ എന്നെ പിൻപറ്റുന്ന ആളുകളാണ്, അനുസരിക്കുന്ന ആളുകളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ആബിദൂൻ, ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അനുസരണ എന്നുള്ളൊരർത്ഥം ഖുർആൻ തന്നെ പല ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടിയാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീം വറസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന അർത്ഥകൽപ്പനക്ക് അനുസരണം എന്നും അർത്ഥം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരാധന എന്ന് മാത്രമായ ഒരർത്ഥം അവിടെ ഇബാദത്തിന് എല്ലായിടത്തും കൊടുക്കുന്നത് ശരിയല്ല എന്നിടത്താണ് നമ്മുടെ ചോദ്യത്തിൻ്റെ മർമ്മമിരിക്കുന്നത് എന്ന് തോന്നുന്നു, ആണല്ലോ. അതിന് തെളിവായി ഉദ്ധരിച്ച രണ്ട് സംഗതികളിലൊന്ന് സൂറത്ത് യാസീനിലെ അലം അഹദ ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന ആയത്താണ്. മനുഷ്യരെ, നിങ്ങളോട് പിശാചിനെ ഇബാദത്തെടുക്കരുത് എന്ന് നമ്മൾ തമ്മിൽ കരാറുണ്ടായിരുന്നില്ലേ? അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അപ്പം അതിൻ്റെ തൊട്ടായത്ത് എന്തായിരിക്കും? വ അനി അഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. ഈ 60-ാമത്തെ ആയത്തിലെ ഇബാദത്ത് എന്താണോ
അത് തന്നെയാണ് 61-ാമത്തിലെ ആയത്തിലെ ഇബാദത്തിനും അർത്ഥം വരിക. വ അനി അഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രമേ അനുസരിക്കാവൂ. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് മുസ്തഖീമായ മാർഗം എന്നർത്ഥം വരും. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, എന്നെയല്ലാതെ മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്നതിലൂടെ അവൻ നിങ്ങളിൽ ധാരാളം പേരെ ലലാലത്തിലാക്കിയിട്ടുണ്ട് എന്നും അതിനർത്ഥം വരും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, ഇസ്ലാമിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ, അബുൽ അഅ്ല മൗദൂദിയുടെ പുസ്തകം 2002 എഡിഷനാണിത്. അള്ളാഹു, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നിങ്ങനെ 4 സാങ്കേതിക ശബ്ദങ്ങൾ. ഈ അർത്ഥകൽപ്പന ആദ്യം നൽകിയത് മൗലാന മൗദൂദിയാണ്. അദ്ദേഹം അതിന് മുമ്പേ പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക്, ഈ 4 സാങ്കേതിക ശബ്ദങ്ങളുടെ അർത്ഥം കഴിഞ്ഞ 13.5 നൂറ്റാണ്ട് കാലമായി മുസ്ലിം ലോകത്തിന് അന്യമായിരുന്നു. മുഫസ്സിറുകൾക്കോ പണ്ഡിതന്മാർക്കോ ഈ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നാണ്. ഏതർത്ഥം? ഇബാദത്തിന് അനുസരണ എന്നർത്ഥമുണ്ട്, അള്ളാഹുവിനല്ലാതെ അനുസരണ പാടില്ല എന്ന അർത്ഥം ആ ആയത്തുകൾക്കുണ്ട് എന്ന് കഴിഞ്ഞ 13.5 നൂറ്റാണ്ട് കാലമായി മുസ്ലിം ലോകത്തിന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല, മഅദല്ലാഹ്, സഹാബത്തിന് മനസ്സിലായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവട്ടെ പറഞ്ഞത്, ഒരു അടിമ തൻ്റെ യജമാനനോടും അള്ളാഹുവോടുമുള്ള കൃത്യമായ ബാധ്യത നിർവഹിക്കുന്നതിലൂടെ അയാൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഗീറത്ത് ഇബ്നു ശുഅബയുടെ അടിമയായിരുന്നു, അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അടിമയുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ അനുസരിക്കണമായിരുന്നു, മുഗീറയെയും അനുസരിക്കണമായിരുന്നു. അപ്പോൾ ഈ ആയത്ത് അവർക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നതിലൂടെ ഈ അർത്ഥം മൗദൂദി സാഹിബ് പുതുതായി നിർമ്മിച്ചെടുത്തതാണ് എന്നാണ് വരിക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതിലൊരു അസത്യവുമുണ്ട്. കാരണം എൻ്റെ നാട്ടിൽ മാടനും മറുതക്കും ആരാധന നിർവഹിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇവയൊന്നും ദേവഗണങ്ങളല്ല, ഇവയെല്ലാം പൈശാചിക മൂർത്തികൾ തന്നെയാണ്. അലം മഅഹദിയിലേക്കു യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ. അപ്പോൾ അനുസരിക്കരുത് എന്നല്ല, ആരാധിക്കരുത് എന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഫിറഔൻ തൻ്റെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഖൗമുഹുമാ ലനാ അബിദൂൻ, അവരുടെ 2 പേരുടെയും അനുയായികൾ നമ്മുടെ അബുദുകളായിരുന്നു എന്നാണ്. തിരിച്ചാണ് അർത്ഥം വരുന്നത്. അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിറഔൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു. എന്താണ്? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായി എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഞാനല്ലാതെ മറ്റൊരു ഇലാഹിനെ സ്വീകരിച്ചാൽ തീർച്ചയായും ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, നിങ്ങൾ തടവിലാക്കപ്പെടും എന്ന് പറഞ്ഞു. ബനൂ ഇസ്രായേലുകൾ ഉൾപ്പെടെയുള്ള കിബിത്തികൾ അക്കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, നമ്മൾ ബിസ്മില്ല എന്ന് പറയുന്നത് കരം ബിഇസ്സത്തി ഇലാഹിനാ ഫിറഔൻ എന്നായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിഇസ്സത്തി ഇലാഹിനാ ഫിറഔൻ എന്നായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ അമാനി മൗലവിയുടെ പരിഭാഷ എടുത്ത് സൂറത്ത് ഫാത്തിഹയുടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ അവിടെ അദ്ദേഹം കൊടുക്കുന്ന വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടുന്ന ഒരു സംഗതി, അബദ യഅ്ബുദു എന്ന ക്രിയാധാതുവിൻ്റെ മസ്ദർ ഇബാദത്താണ് എന്നതുപോലെ തന്നെ അബുദ യഅ്ബുദു എന്ന ക്രിയാധാതുവിൻ്റെ മസ്ദറും
ഇബാദത്ത് തന്നെയാണ്. അബുദയിൽ നിന്നുണ്ടാകുന്ന ഇബാദത്തിനാണ് അനുസരണമെന്ന് അർത്ഥമുള്ളത്. അബദ എന്ന ക്രിയാധാതുവിൽ നിന്നുണ്ടാകുന്ന മസ്തറായ ഇബാദത്തിന് ആരാധന എന്ന് മാത്രമാണ് അർത്ഥം. ഖുർആനിൽ പ്രയോഗിച്ച ഇബാദത്തുകളെല്ലാവരും അബദ യഅബുദു ഇബാദത്ത് എന്നതാണ്. ആ കാര്യം മനസ്സിലാക്കാതെയോ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടോ ആണ് മൗദൂദി സാഹിത്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഇബാദത്തിന് അനുസരണ എന്ന അർത്ഥമുണ്ട്, അല്ലാഹുവിന് മാത്രമേ അനുസരണം പാടുള്ളൂ, അതല്ലെങ്കിൽ അത് ശിർക്കാകുമെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നത് എന്ന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ 1-ാം വാള്യത്തിലെ 109, 110 പേജുകളിൽ എഴുതി വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒന്ന് കൂടിയിരുന്ന് വായിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അസ്സലാമു അലൈക്കും. ജമാഅത്തെ ഇസ്ലാമിയിൽ വന്ന രാഷ്ട്രീയ വ്യതിയാനങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ NV സക്കരിയ സാർ സംസാരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അമ്മാ ബഅദ്. ഇസ്ലാമിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം മതത്തിൽ രാഷ്ട്രീയമെന്നല്ല, മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു വിശാലമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നമുക്കറിയാം. ആ ഇസ്ലാമിൽ സാമ്പത്തിക നിയമങ്ങളുണ്ട്, രാഷ്ട്രീയ നിയമങ്ങളുണ്ട്, വൈവാഹിക നിയമങ്ങളുണ്ട്, കച്ചവട തുടങ്ങി ധാർമ്മിക ആരാധന വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ആ ഇസ്ലാമിലെ ആ നിയമങ്ങൾക്കുള്ള പ്രത്യേകത, അതിനോരോന്നിനും പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. വിശ്വാസ കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം ആരാധനാ കാര്യങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ബേസ്, ഇസ്ലാമിൻ്റെ എല്ലാറ്റിൻ്റെയും അച്ചുതണ്ട്, അതിൻ്റെ ക്രെഡ്സ്, ബേസ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. നമുക്കറിയാം. അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നമ്മൾ എന്ത് അർത്ഥകൽപ്പന നൽകുന്നോ അതാണ് ഇസ്ലാം മതത്തിലെ മറ്റെല്ലാ ഭാഗങ്ങളെയും അടിസ്ഥാനമായി നിലകൊള്ളുക. ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിന് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നൽകി എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം നൽകി. ഏതുപോലെ കമ്മ്യൂണിസം ചരിത്രത്തിന് ഒരു എക്കണോമിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നൽകിയിട്ടുണ്ട്, ചരിത്രത്തിന് ഒരു സാമ്പത്തിക വ്യാഖ്യാനം. അപ്പോൾ മനുഷ്യ ചരിത്രത്തെ ഒന്നാകെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതിൻ്റെ ക്രെഡ്സ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ട് നിൽക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധമാണ്. അതിനനുസരിച്ച് മനുഷ്യ ചരിത്രത്തിലെ ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിലൂടെ രൂപപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് കമ്മ്യൂണിസം എന്നത്. അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി താത്വികമായി ചെയ്തിട്ടുള്ള സംഗതി. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനമായി അവർ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായ അധികാരമാണ്. രാഷ്ട്രീയമായ അധികാരം മനുഷ്യന് അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ മറ്റു പല കാര്യങ്ങളും അതോടുകൂടി പൂർണ്ണതയില്ലാതെയായി പോകും. അവൻ്റെ ആരാധനാകർമ്മങ്ങൾ പൂർണ്ണതയില്ലാതെയായി പോകും. അവൻ്റെ വ്യവഹാരങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല. അവൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവില്ല.
എന്ന രീതിയിൽ ഇസ്ലാമിന് നൽകിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് ഈ ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉപജ്ഞാതാവ് സയ്യിദ് അബുലാല മൗദൂദിയാണ്. 1941 ഓഗസ്റ്റ് 26 അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ സംഘടനയ്ക്ക് രൂപം നൽകുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് അഹ്ലുൽ ഹദീസുണ്ട്, അഥവാ സലഫി പ്രസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബറൈൽവികളോ അല്ലെങ്കിൽ ഈ നാട്ടിലെ സൂഫി പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സൂഫി പ്രസ്ഥാനവും അതുപോലെ അഹ്ലെ ഹദീസ് പ്രസ്ഥാനവും ഒക്കെ നിലനിൽക്കെ തന്നെ മൂന്നാമതായി ഒരു പുതിയ ആശയവും സയ്യിദ് അബുലാല മൗദൂദി രൂപപ്പെടുത്തിയത് അതുവരെ നിലനിൽക്കുന്ന സംഘടനകളൊന്നും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊന്നും മുന്നോട്ട് വെക്കാത്ത ഒരു പുതിയ ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ പുതിയ ആശയം എന്ന് പറയുന്നത് അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അത് ഭരണാധികാരമാണ്. ഭരണാധികാരമില്ലെങ്കിൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി തന്നെ ജീവിക്കാൻ സാധ്യമല്ല. അന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. 1930കളിൽ സയ്യിദ് അബ്ദുല്ലാല മൗദൂദി തൻ്റെ ഗ്രന്ഥരചനയിലൊക്കെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമല്ല. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടമാക്കി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം മാറുമ്പോൾ മാത്രമേ ഈ രാജ്യത്തൊരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത രീതിയിൽ മുസ്ലിം ജീവിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഏകദൈവാരാധനാപരമായ അവൻ്റെ തൗഹീദിന് വിരുദ്ധമായൊരു കാര്യമാണ് എന്നാണ് അദ്ദേഹം അവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉടനീളം, ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉടനീളം പരന്നു കിടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കാലഘട്ടങ്ങളിൽ പാർലമെൻറ്റിലേക്കോ മറ്റുള്ളതിലേക്കോ അതുപോലെ കുഞ്ചിക സ്ഥാനങ്ങൾ, രാജ്യത്തിൻ്റെ സർക്കാർ ജോലികളൊന്നും എടുക്കാൻ പാടില്ല. സർക്കാർ ജോലികൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇത്തരം ഒരു അനിസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് അവൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും അദ്ദേഹം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ യാതൊന്നിലും പങ്കാളിയാകാൻ പാടില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. നമുക്കറിയാം 1978 മറ്റൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നതിന് വിരോധമല്ല എന്നുള്ള നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ മുമ്പൊക്കെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യാത്ത ധാരാളം ആളുകളുണ്ട്. വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഇക്കാലത്തും വോട്ട് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്? ധാരാളം ആളുകൾ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, വോട്ട് ചെയ്യുന്നത് അത് ഏകദൈവാരാധനക്ക് തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. കാരണം ഇവിടെ അനിസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി മാറാൻ ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഭരണം എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഇവിടെ ഭരിക്കാൻ അവകാശമുള്ളൂ. അതാണ് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ എന്നൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആനിലെ കുറേ വചനങ്ങളെ ഈ രീതിയിൽ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ തത്വസംഹിത രൂപീകരിക്കുകയും ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളിൽ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ പണ്ട് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ജമാഅത്തെ ഇസ്ലാമി സാഹിത്യങ്ങൾ വായിച്ച് അതിന് നിരൂപണം എഴുതി അതായിരുന്നു. പിന്നെ ഇപ്പോൾ ആ പരിപാടി ചെയ്യാറില്ല. ഞാൻ പണ്ട് എഴുതിയ ഒരു ഭാഗം ഞാനിങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ എടുത്തു നോക്കി. അപ്പോൾ ഇതിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണം എന്നുള്ളതിനെ പറ്റി കാണുന്ന ഒരു രീതി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് തഫ്ഹീമാത്ത് എന്ന് പറയുന്ന മൗദൂദി സാഹിബിൻ്റെ ഒരു ഗ്രന്ഥത്തിലെ അൽ ജിഹാദു ഫീ സബീലില്ല എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ച അദ്ദേഹം പറയണതാണ്. ഇത് മാത്രമല്ലല്ലോ, ഇത്
നിരവധി സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഗതി തന്നെയാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ചിത്രം കിട്ടാൻ വേണ്ടി പറയുന്നത് മാത്രം. അദ്ദേഹം പറയാണ്, ലോക സാമൂഹിക സംഘടനയെ മാറ്റിമറിച്ച് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാം അണിനിരത്തുന്ന അന്താരാഷ്ട്ര വിപ്ലവ സംഘടനയുടെ പേരാണ് മുസ്ലിങ്ങൾ. ഇപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി എന്നാണ്. അതാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഈ ഒരു റവല്യൂഷണറി പാർട്ടിയാകണം. ഈ സംഘം രൂപം കൊള്ളുന്നതോടെ അത് നിലവിൽ വന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജിഹാദ് ആരംഭിക്കുകയാണ്. അനിസ്ലാമിക ഭരണവ്യവസ്ഥ തുടച്ചു നീക്കി അള്ളാഹുവിൻ്റെ ഭരണവ്യവസ്ഥ സ്ഥാപിക്കുകയാണ് ഈ സംഘത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ സംഘം നിലവിൽ വന്നതിൻ്റെ ലക്ഷ്യം തന്നെ നിരർത്ഥകമായി മാറുകയാണ്. ഭൂമിയിൽ നിന്ന് നാശമർദ്ദനങ്ങളെ തുടച്ചു നീക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഭരണം പിടിച്ചു പറ്റുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം ഭരണമില്ലാതെ സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് മുസൽമാന് ജീവിക്കാൻ സാധ്യമല്ല. സോഷ്യലിസ്റ്റുകാരനായ ഒരാൾക്ക് സോഷ്യലിസം ഉൾക്കൊണ്ടുകൊണ്ട് ലണ്ടനിലോ അമേരിക്കയിലോ ജീവിക്കാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. അതുപോലെ തന്നെയാണ് അനിസ്ലാമിക ഭരണത്തിൻ കീഴിൽ ഇസ്ലാമികമായി ജീവിക്കാൻ ശ്രമിക്കുന്ന മുസൽമാൻ്റെയും അവസ്ഥ. ഏത് വിശ്വാസിയും തൻ്റെ വിശ്വാസത്തിനെതിരായ ഭരണകൂടങ്ങളെ തുടച്ചുമാറ്റി അതിനനുകൂലമായ ഭരണം കെട്ടിപ്പടുക്കാൻ നിർബന്ധിതനാണ്. കാരണം ഭരണമില്ലാതെ സ്വന്തം ആശയങ്ങൾക്കോ ആശയങ്ങളനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ഇസ്ലാം മതത്തിന് സ്വന്തമായി ആദർശങ്ങളുണ്ട്. പ്രസ്തുത ആദർശങ്ങൾക്കനുസരിച്ച് ഉള്ള ആദർശങ്ങൾക്ക് വിരുദ്ധമായ സകല ഭരണകൂടങ്ങളെയും തുടച്ചു നീക്കണമെന്നും ഇസ്ലാം ഉദ്ദേശിക്കുന്നു. ഭരണം നടത്തുന്നവരുടെ സ്വഭാവമോ ഗവൺമെൻറ്റോ ഇവിടെ പ്രശ്നമല്ല. ഇസ്ലാമിൻ്റെ ലക്ഷ്യം അതിൻ്റെ ആദർശത്തിനും പദ്ധതിക്കും അനുസരിച്ച ഭരണത്തിൻ്റെ സംസ്ഥാപനമാണ്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിയോജിക്കുന്നത്. ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഒരിക്കലും ഒരു ഭരണം സ്ഥാപിക്കുക എന്നുള്ളതല്ല. എന്നാൽ ഇസ്ലാമിൽ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? ഇസ്ലാമിൽ ഭരണം എങ്ങനെയാണ്, എങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അത്തരം ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ എങ്ങനെ നമ്മൾ ഭരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്ലാമിൽ നമ്മൾക്കറിയാം സക്കാത്ത് സംവിധാനം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. എന്നാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പണം ഉണ്ടാക്കണം എന്ന് ഇസ്ലാം ആരോടും കൽപ്പിക്കണില്ല. പണമുണ്ടായി വരികയും സ്വാഭാവികമായി തൻ്റെ അധ്വാനത്തിലൂടെ പണമുണ്ടായി വരുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട സംഗതികളാണ് ഇസ്ലാം പറയുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളുണ്ട്. തലാഖിനെ സംബന്ധിച്ച് ഇസ്ലാമുണ്ട്. എന്നാൽ തലാഖിൻ്റെ നിയമം ഒന്ന് ഞാൻ പ്രാവർത്തികമാക്കട്ടെ എന്ന് വിചാരിച്ച് ഒരാൾ തൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും തലാഖ് ചൊല്ലേണ്ട ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന നിയമങ്ങൾ പാലിക്കണം. കടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആയത്ത് വിശുദ്ധ ഖുർആനിൽ കടബാധ്യതകളെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ ആയത്തൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാനൊന്ന് കുറച്ച് കടം വാങ്ങട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അങ്ങനെയില്ല. കടം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ രാഷ്ട്രീയമായ കാര്യങ്ങളും അധികാരവുമൊക്കെ നിൽക്കുന്നത്. അധികാരം ഒരു ഇസ്ലാം മതത്തിൻ്റെ മുസ്ലിങ്ങളുടെ കൈകളിൽ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് വരുമ്പോൾ അവൻ എങ്ങനെ ഭരണം നടത്തണം, ഏത് രീതിയിലായിരിക്കണം, അവൻ്റെ ശിക്ഷാവിധികൾ എങ്ങനെയായിരിക്കണം, അതൊക്കെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന ഒരു ഭരണമില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നോ ഇസ്ലാം മതം അപൂർണമാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർക്കൊന്നും ഭരണം ലഭിക്കാതെ മരിച്ചുപോയ ധാരാളം പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരോടെയൊക്കെ ഇസ്ലാം അപൂർണമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ അപൂർണമാണ് ഇസ്ലാമെന്നും ഭരണമാണ് മെയിൻ, ഭരണത്തിനനുസൃതമായി തന്നെ അത് പിടിച്ചടക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഇസ്ലാം മതത്തിലെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലയും ഇബാദത്തും ഈ പറഞ്ഞ 4 സാങ്കേതിക പദങ്ങളെ സംബന്ധിച്ച് ഇവിടെ മിഷ്കാത്തി പറഞ്ഞല്ലോ. റബ്ബ്, ദീന്, ഇബാദത്ത് പോലെയുള്ള സാങ്കേതിക പദങ്ങളെ വ്യാഖ്യാനിച്ച് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിലെ എല്ലാ സംഗതികളെയും ഈ ഭരണകൂടത്തിൻ്റെ
അച്ചുതണ്ടിൽ കെട്ടിയിടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമസ്കാരം, ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭരണം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് വിളി എന്ന് പറഞ്ഞത് എന്താണ്? ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ അവരുടെ എന്താണ് ബ്യൂഗിൾ അല്ലെങ്കിൽ അവർ ഒരു വിസിലടിച്ചിട്ടാണല്ലോ പട്ടാളക്കാരെല്ലാവരെയും അണിനിരത്തുക. അതുപോലെ അതിനോടാണ് അത് ഉപമിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെ നമ്മൾ ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങളായിട്ടും ഇസ്ലാമിലെ പ്രവർത്തനങ്ങളായിട്ടും എന്തെല്ലാം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ആ പഠിപ്പിക്കുന്നത് മുഴുവൻ അതിനൊക്കെ രാഷ്ട്രീയമായൊരു വ്യാഖ്യാനം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നു. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിലെ ഏകദൈവാരാധനയുടെ തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും മറ്റായത്തുകൾ മുഴുവൻ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദ് പ്രസ്ഥാനം അത് ഇതിനെ ഉൾക്കൊള്ളാതിരിക്കാനുള്ള കാരണം. അല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്കല്ല. ഇവിടെ ധാരാളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം ലീഗിനെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആയിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരിക്കലും നമ്മൾക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലയുടെയും ഇയ്യാക നഅ്ബുദുവിൻ്റെയും അലം അഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ പോലെയുള്ള തൗഹീദിൻ്റെ ആയത്തുകളെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് പോകുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമായി നമ്മൾ കാണുന്നത്. അത് ഏതു തലങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതാണ് നിങ്ങളതിനെപ്പറ്റി ബേസിക്കായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ചോദിക്കണ്ട. അസ്സലാമു അലൈക്കും. ഇന്ന് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രവും അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടവും എന്നത് അനിവാര്യമാണല്ലോ. അതിനെപ്പറ്റി എന്താണ് പറയാൻ? ഇസ്ലാമിക രാഷ്ട്രവും ഒക്കെ അനിവാര്യമാകുന്ന സന്ദർഭങ്ങളുണ്ട്. നമുക്കതിനെ ആഗ്രഹിക്കാം. നമുക്ക് ഇസ്ലാമികമായി നാടൊക്കെ ഇസ്ലാമികമായി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള പോലെ അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം നമുക്കുണ്ടാകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അതിന് പ്രധാനമായി ഇസ്ലാം ചില രീതികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാം ഒരിക്കലും ഭരണം എന്നതൊരു നമ്മളുടെ ഒരു ഗോളായിട്ട് ഒരു ലക്ഷ്യമായി അതിനു വേണ്ടി പ്രവർത്തിക്കാൻ എവിടെയും നമ്മളോട് പറയണില്ല. നമ്മളോട് പറയുന്നത് നമ്മളുടെ വിശ്വാസം തൗഹീദ് പോലെയുള്ള കാര്യങ്ങൾ അത് സ്ഫുടമാക്കി മാറ്റുക. സൂറത്ത് നൂറിലെ 60-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതാണ് ഈ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി. അള്ളാഹു നിങ്ങൾക്ക് പടച്ചോൻ്റെ വാഗ്ദാനമാണ് ഭരണം എന്ന് പറഞ്ഞത്. പടച്ചോൻ വാഗ്ദാനം ചെയ്തതാണ്. ആർക്ക്? എങ്ങനെ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. മുമ്പ് കാലത്തുള്ളവർക്ക് അള്ളാഹു ഭരണാധികാരം അല്ലെങ്കിൽ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടു വന്ന ദീനിന് അധികാരം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനൻ. നിർഭയത്വം, ഈ ഭീതിതമായ അന്തരീക്ഷം മാറി നിർഭയത്വത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷെ എന്ത് വേണം? യഅ്ബുദൂനനി, എന്നെ മാത്രം ആരാധിക്കുകയും ലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും വേണം. അപ്പോൾ തൗഹീദ് അനുസരിച്ച് ഉള്ള ഒരു ജനസമൂഹം കെട്ടിപ്പടുക്കപ്പെട്ടാൽ അതിൻ്റെ ഒരു സ്വാഭാവിക പരിണിതിയായി അള്ളാഹു നൽകുന്നൊരു ഗിഫ്റ്റാണ് ഭരണം എന്നാണ് നമ്മെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ അത് ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ പ്രവർത്തിക്കണം, അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നാട്ടക്കുറിയായി കാണേണ്ടത് എന്ന് ഇസ്ലാം എവിടെയും പറയണില്ല, വിശുദ്ധ ഖുർആൻ പറയണില്ല. പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രവാചകന്മാരാരും അവരുടെ ഭരണകൂടത്തെ ആ രീതിയിൽ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയല്ല അവരാരും ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രവാചകൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെയും. അപ്പം അതുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെയും സഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ
പിന്നെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമില്ല. എത്ര ന്യൂനപക്ഷങ്ങൾക്ക് ഭരണം പടച്ചോൻ നൽകിയിട്ടുണ്ട്. ധാരാളം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ അള്ളാഹു അതിൻ്റെ സന്ദർഭത്തിൽ ഓരോരുത്തർക്ക് അതിൻ്റെ രീതിയിൽ നൽകുന്നതാണ്. അതിന് നമ്മൾ അതിന് അർഹരായി തീരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വാസ്തവത്തിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ തൗഹീദും ശിർക്കും ആളുകളിൽ കൃത്യമായി മനസ്സിലാക്കി മുവഹീദുകളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ സ്ഫുടം ചെയ്ത ഒരു സൊസൈറ്റി ഇവിടെ രൂപപ്പെടുമ്പോൾ അതിന് അള്ളാഹു നൽകുന്ന വലിയൊരു അംഗീകാരമായിക്കൊണ്ടാണ് ഭരണാധികാരം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ ഉൾട്ടയാക്കി അതിനെ നേരെ തിരിച്ച് ഒരു അവതരിപ്പിച്ചു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ഈ മുസ്ലിം സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാതകം. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തീവ്രവാദ സംഘടനയായി മറ്റുള്ളവർ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആദ്യകാല സാഹിത്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പറയുന്നതിലൊന്നും യാതൊരു അതിശയോക്തി നമുക്ക് തോന്നുന്നതല്ല, അതിശയോക്തി തോന്നുന്ന ഒരു കാര്യമല്ല. ആ രീതിയിലുള്ള തത്വങ്ങളാണ് ഈ ലോക ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള തീവ്രവാദ ചിന്തകളുടെ അടിവേരുകളെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി എഴുതപ്പെട്ട ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആശയങ്ങളുടെ അടിത്തറ ഞങ്ങൾ നേടിയത് അത് സയ്യിദ് അബുലൈല മൗദൂദിയുടെ ലിറ്ററേച്ചറുകളിൽ നിന്നൊക്കെയാണ്. അത് ഒരിക്കലും ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സംഗതിയല്ല എന്ന് മാത്രമേ ഇപ്പം നമുക്ക് അതിൽ വിഷയത്തിൽ പറയാനുള്ളൂ. വല്ലാഹു അഅലം. അസ്സലാമലൈക്കും. ഇത് കേട്ടപ്പോൾ ഉള്ളിൽ തോന്നിയൊരു ചോദ്യമാണ്. ഇസ്ലാം ഒരിക്കലും മതപരമായ കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മുൻഗണന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ തൊലാഖിൻ്റെ വിഷയം പറഞ്ഞു. തൊലാഖ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, തൊലാഖ് ചെയ്തിട്ടല്ല പഠിക്കേണ്ട, അതിൻ്റെ അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി എന്ന് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അതേപോലെ ഖുറാനിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ മോഷ്ടിച്ചവൻ്റെ കൈ വെട്ടണം, വസാരിക്ക് അത് ഫഖ്തഉ ഐദിയഹുമ. ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇസ്ലാമിക ഭരണങ്ങളില്ല രൂപത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടൊരു കാര്യം വേണമല്ലോ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇന്ത്യയിലില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഇസ്ലാമികപരമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴും പ്രവാചകൻ യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളും കൈവശപ്പെടുത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമികപരമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴും മറ്റ് രാജ്യങ്ങൾ കീഴടക്കി തൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത് ഇസ്ലാമികപരമായ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്ത പോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജറ പോവുക, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യം മുസ്ലിങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുന്നത് അനിവാര്യതയല്ലേ യഥാർത്ഥത്തിൽ? ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾക്ക് ഇസ്ലാമിൻ്റെ ഈ പറഞ്ഞ കൈവെട്ടുക, വ്യഭിചരിച്ചതിനോ കല്ലെറിയ പോലെയുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ചൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയണില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളൊന്നുകിൽ നാട് വിട്ടു പോകുക, അല്ലെങ്കിൽ അതിനെതിരിൽ ശബ്ദമുയർത്തുക എന്നൊക്കെയല്ലേ വേണ്ടത് എന്നതാണ് ചോദ്യത്തിൻ്റെ പൊരുൾ. ഇതൊരു വലിയ തെറ്റുധാരണയാണ്. ഇസ്ലാം നമ്മളുടെ ഇസ്ലാമിന് ഒരു പോറലും ഒരു കുറവും വരാതെ നമുക്ക് ജീവിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ ഇന്ത്യയിൽ നമുക്ക് ശരിയായ സാഹചര്യമുണ്ട്. കാരണം നമ്മൾക്ക് ബാധകമല്ലാത്തൊരു സംഗതിയെപ്പറ്റി നമ്മൾ ബേജാറാകേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ ഒരു ദരിദ്രനായൊരു മനുഷ്യൻ എനിക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞ് ബേജാറായി നടക്കേണ്ട ഒരാവശ്യമില്ല. അയാൾക്ക് അതിൻ്റെ സാഹചര്യം എത്തുമ്പോൾ മാത്രമേ ആ കൽപ്പന തന്നെ അയാൾക്ക് ബാധകമാവുള്ളൂ. അതിൻ്റെ മുമ്പ് അയാൾക്ക് ആ കൽപ്പന തന്നെ ബാധകമല്ല. ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞത് അവിടെ പോകാൻ സാധിക്കുന്ന ഒരാൾക്ക്, അതിന് വഴിയൊരുങ്ങുന്ന ഒരാൾക്ക് മാത്രമേ
ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് പോലും അപ്പോഴേ അയാൾക്ക് ബാധ്യതയാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഹജ്ജ് ചെയ്യാതെയാണല്ലോ ഞാൻ ഈ മരിച്ചു പോകുന്നത് എന്ന് അയാൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അയാളുടെ ബാധ്യതയിൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു സാധനമേ വരുന്നില്ല. നമ്മളൊക്കെ ഇപ്പം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യണത്? അത് നമ്മുടെ ബാധ്യതയിൽ വരുന്നോണ്ടാണ്. ബാധ്യതയിൽ വരാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളതിന് ബേജാറായി നടക്കേണ്ട ആവശ്യമില്ല. കാലില്ലാത്തൊരു മനുഷ്യൻ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കലാണല്ലോ ഏറ്റവും നല്ലത്, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് അയാൾ ബേജാറാക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നിന്ന് നമസ്കരിക്കുക എന്ന കൽപ്പന അദ്ദേഹത്തിന് ബാധകമേ ആകുന്നില്ല. അതുപോലെ കട്ടവൻ്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ കല്ലെറി, അല്ലെങ്കിൽ വ്യഭിചരിച്ചവനെ 100 അടി അടിക്കുക, ഇത്തരം ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളൊന്നും നമ്മെ സംബന്ധിച്ച് ബാധകമാകുന്നില്ല. അത് പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല എന്നതിൻ്റെ അർത്ഥമല്ല, വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നർത്ഥമല്ല. വിശുദ്ധ ഖുർആനിൽ ആ സന്ദർഭത്തിൽ നമുക്ക് ബാധകമാകുന്ന ഒരു കാര്യമാണ്. അത് ആർക്കേ ബാധകമുള്ളൂ? അത് ഈ പറഞ്ഞ ഇസ്ലാമിക ഗവൺമെൻറ് രൂപപ്പെട്ടുണ്ടാകുമ്പോൾ ഈ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ എന്തിനാ അതിൽ ബേജാറാകണത്? അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ത്യയെ പോലുള്ളൊരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അത് നമുക്ക് വളരെയധികം മാതൃകയുണ്ട്, ആ വിഷയത്തിൽ മാതൃകയുണ്ട്. നമ്മളിവിടെ ജീവിക്കേണ്ട രീതി എങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ പറയുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അതിന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിത രീതി അത് മുഴുവൻ അതുപോലെ നല്ല പറയണത്. അതുപോലെ നജ്ജാഷി രാജാവിൻ്റെ ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾ അവരുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു, നമ്മളെപ്പോലെ തന്നെ. അതുപോലെ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇത്ര വിശദമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അദ്ദേഹം ഒരു ബഹുമത സമൂഹത്തിൽ അതിൻ്റെ കുഞ്ചിക സ്ഥാനം വഹിച്ചൊരു വ്യക്തിയായിരുന്നു. ഒരു ബഹുമത സമൂഹത്തിൽ മന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പോലും മുസ്ലിമിന് അവകാശമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിമിന് അവന് ഉള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് തന്നെ അവനിവിടെ ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സാധിക്കൂല, സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂല. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗത്തിൻ്റെ ഭാഗം ഇപ്പോൾ അടുത്തൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ പറയുന്നത് കേൾക്കുകയുണ്ടായി ഷേഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസംഗങ്ങളോ മറ്റൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ബേസിക്കലി അവരൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവർ പണ്ടത്തെ ആ മൗദൂദിയുടെ ആശയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നമുക്കിവിടെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ പോലും ഭരണമില്ലാതെ നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. ആരാധനാ കർമ്മങ്ങൾ പോലും. അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞത് എന്താണ്? ഒരു പള്ളിയിലെ ഖത്തീബിനെ നിയമിക്കേണ്ടത് ആരാണ്? ഇമാമിനെ നിയമിക്കേണ്ടത് ആരാണ്? അത് ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാണ്, അതല്ലെങ്കിൽ ഭരണകൂടം നിശ്ചയിക്കുന്ന ഗവർണറാണ്. അവരാണ് ഒരു പള്ളിൻ്റെ ഇമാമിനെ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അതാണ് നമ്മൾ നിശ്ചയിക്കുന്നത്, അല്ലല്ലോ. അപ്പം നമുക്ക് നമ്മളുടെ മതത്തിൻ്റെ നിയമങ്ങൾ സമ്പൂർണ്ണമായി നടപ്പാക്കാൻ ഇവിടെ സാധിക്കണില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെ നമുക്കത് ബാധകമുണ്ടോ? ഒരു ഖലീഫ ഇല്ലാത്ത, ഭരണാധികാരി ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഈ ഇമാമിനെ നിശ്ചയിക്കാൻ ഭരണാധികാരി ഉണ്ടാകണം എന്നുള്ള നിയമം നമ്മെ ബാധിക്കുന്നില്ല എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണേ. നമുക്ക് ബാധകമാകുന്നതിന് നമ്മൾ ഇതിന് റെസ്പോൺസിബിൾ ആകുള്ളൂ. അങ്ങനെ ഒരു നിയമം നമുക്ക് ബാധകമല്ല. അത് ബാധകം വെറുതെ വലിച്ചൂട്ടി നമ്മൾ ബാധകമാക്കേണ്ടതില്ല. നമുക്ക് എന്ത് വന്നാലും നമ്മൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട, ഏത് മനുഷ്യൻ എത്ര വലിയവനാണെങ്കിലും ചെറിയവനായാലും നിർബന്ധമായും ചെയ്യേണ്ട സംഗതികളാണ് അവൻ്റെ ഈ ആരാധനാ കർമ്മങ്ങൾ. വിശ്വാസം എന്ന് പറഞ്ഞത് അത് ഏത് സാഹചര്യത്തിലും നിലനിർത്തി കൊണ്ടുപോകേണ്ട സംഗതിയാണ്. തൗഹീദും അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ. അത്തരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി നമുക്ക് പരമാവധി നിർവഹിക്കുകയും ഹറാമായ സംഗതികൾ ചെയ്യാതിരിക്കുകയും. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇഷ്ടമുള്ളവർക്ക് കള്ളുകുടിക്കുക, അത് വിചാരിച്ചിട്ട് നമ്മൾ കള്ളുകുടിക്കണമെന്നല്ലോ, നമുക്ക് കള്ളുകുടിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കത് കുടിക്കാതിരിക്കാൻ ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമ്മൾ കുടിക്കാതിരിക്കുക. അതാണ് നമ്മളുടെ ദീനിൻ്റെ വശം.
എന്നാണ് മനസ്സിലാക്കുന്നത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ട് തീർന്നിട്ടായി. അതുകൊണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മൾ മിസ്കാത്തി ആദരവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 മണിക്കുള്ളിൽ അവസാനിക്കേണ്ടിയിരുന്ന പരിപാടി 10:30 മണിയായിരിക്കും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പ്രിയപ്പെട്ട NV യോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ആരുടെ മനസ്സിലും എത്തിപ്പെടുന്ന ഒരു സന്ദർഭം, തൗഹീദി പ്രബോധനത്തിന് ഒരു തടയിടാൻ വേണ്ടി മക്കക്കാർ വെച്ച പല ഓഫറുകളിലൊന്ന് താങ്കളെ ഈ രാജ്യത്തെ രാജാവാക്കാം, ഭരണാധികാരിയാക്കാം എന്നതായിരുന്നു. ഭരണം ലഭിച്ചാൽ ഒരു ഭരണാധികാരിക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മക്കയിലെ വിഗ്രഹാരാധനാ സംസ്കാരം. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിജയത്തിനു വേണ്ടി മരിക്കുകയല്ലാതെ നിങ്ങളുടെ ഓഫറുകൾ എനിക്ക് വേണ്ട എന്നാണ്. അപ്പോൾ വ്യവസ്ഥിതിയല്ല മാറ്റാൻ ശ്രമിച്ചത്, മനസ്ഥിതിയായിരുന്നു. ആ ഓഫർ നബി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഹിജ്റയുടെ ആവശ്യമില്ല, മക്കയിൽ പോരാട്ടങ്ങളുടെ ആവശ്യമില്ല. ഇസ്ലാമിക വ്യവസ്ഥിതി സ്വാഭാവികമായി തന്നെ നിലവിൽ വന്നിരുന്നു. പക്ഷേ ഇസ്ലാമിക മനസ്ഥിതിയിലേക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. രണ്ടാമത്തത് അപകടപരമായ ഒരു അബദ്ധം സംഭവിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുതലായ ഖലീഫമാരാവട്ടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അയൽ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നത് പിൽക്കാലത്തുണ്ടായ വിദണ്ഡവാദം മാത്രമാണ്. അധികാരം പിടിച്ചെടുക്കാനോ രാജ്യവിസ്തൃതിക്കോ വേണ്ടി ഇസ്ലാം ഒരു പോരാട്ടം നടത്തിയിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ ജനങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അനുവദിക്കണം, അവർക്ക് തൗഹീദിനോട് താല്പര്യമുള്ളവർക്ക് അത് സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അതിനുള്ള സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കൽ ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ എൻ്റെ ബാധ്യതയാണ് എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈത്തുൽ മഖ്ദിസ് മസ്ജിദുൽ അഖ്സ കീഴ്പ്പെട്ടപ്പോൾ പോലും നിങ്ങളുടെ ആരാധനാലയങ്ങളോ നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളോ നിങ്ങളുടെ പുരോഹിതന്മാരോ ഒരു തരത്തിലും ദ്രോഹിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ഇല്ല. എൻ്റെ ആളുകളുടെ പടയോട്ടത്തിനിടയിൽ എന്തെങ്കിലും ഒരു വീഴ്ച നിങ്ങളുടെ മതസംവിധാനങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണത്തിൻ്റെ ചിലവിൽ അത് പുതുക്കി പണിതു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹുകൂമത്തെ ഇലാഹി എന്നത് ജമാഅത്തെ ഇസ്ലാമി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുൻകാലത്ത് പണ്ഡിതന്മാർക്കോ മുഫസ്സിറുകൾക്കോ ഇല്ലാതിരുന്ന ഒരു വാദത്തെ സ്വയം രൂപീകരിച്ചെടുക്കുകയും എന്നിട്ട് ആ രൂപീകരണത്തിന് ആളെ കിട്ടാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നടന്നിട്ടില്ല. ഇനി പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, വിശുദ്ധ ഖുർആനിൽ 5 സമയം നമസ്കരിക്കൽ നിർബന്ധമാണെന്നും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സക്കാത്ത് കൊടുക്കണം, ഞാൻ നിസ്കരിക്കണം, ഞാൻ റമളാൻ മാസം വന്നാൽ നോമ്പെടുക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് ബോധ്യപ്പെട്ടത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി രാജ്യത്ത് വിപ്ലവം ഉണ്ടാക്കണം എന്നാണ്. 1941 അത് ബോധ്യപ്പെട്ടിട്ട് 85 കൊല്ലം കഴിഞ്ഞിട്ടും ആ ഖുർആനിൽ നിന്ന് അവർക്ക് മനസ്സിലായ കൽപ്പന പാലിക്കാൻ ഒരു സെക്കൻഡ് പോലും അവർ വിനിയോഗിച്ചിട്ടില്ല എന്നത് കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉണ്ടാക്കിയ ഒരു വാദം മാത്രമാണത്. ആത്മാർത്ഥതയില്ലാത്ത ഇസ്ലാമിനെ ഒരു തീവ്രവാദ സംഘമായി അവതരിപ്പിക്കാനുള്ള മറ്റാരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തതാണ് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ അവഗണിച്ച് അവജ്ഞയോടെ തള്ളിക്കളയേണ്ടുന്ന ഒരു സിദ്ധാന്തമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അങ്ങനെയാണല്ലോ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്
തുഫ്ലിഹു. നിങ്ങൾ തൗഹീദിൻ്റെ അമരക്കാരാവുക, അതിൻ്റെ പിൻഗാമികളാവുക, അതിൻ്റെ പ്രയോക്താക്കളും വക്താക്കളുമാവുക, നിങ്ങൾക്ക് വിജയിക്കാം. അതല്ലാതെ നിങ്ങളിവിടെ ഭരണം നേടിയെടുക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ല. അത് 4 ഖലീഫമാരുൾപ്പെടെ ഒരു സഹാബിക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് കേരള ജമിയത്തുൽ ഉലമയോടൊപ്പം പേര് വെച്ചത് തന്നെ നമ്മൾ സ്വഹാബത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക കൂടി ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഉണ്ടാകുന്ന ഏതൊരു പുതിയ കാഴ്ചപ്പാടും അത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന എന്നാണ്. സ്വഹാബത്തിൻ്റെ കാലത്ത് മതമല്ലാതിരുന്നതൊന്നും ഒരു കാലത്തും മതമാവുകയില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പിന്നെ കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ ബിഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലാ യത്റുകു മഖാലൻ ലിൽ ആഖിർ എന്നാണ്. കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ ബിഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്യാത്ത ഒരു ഇബാദത്തും നിങ്ങൾ ചെയ്യരുത്. ഫലാ തഅബ്ബദുഹ ഫഇന്നൽ അവ്വല, ഈ സമുദായത്തിൻ്റെ ആദ്യ തലമുറ ലാ യത്റുകു മഖാലൻ ലിൽ ആഖിറ, അവസാന തലമുറക്ക് ഒരു മറുവാക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇടാതെ പൂർണ്ണാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെ മാത്രമേ മുജാഹിദ് ഉസ്താദ് നിൽക്കുകയുള്ളൂ. അത് തന്നെയാണ് കേരളത്തിലെ ഇതര മതസംഘടന ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് കേരള ദൂത്തുൽ മുജാഹിദിനെ വേർതിരിച്ച് നിർത്തുന്നത്. അത് തിരിച്ചറിയേണ്ടത് നിങ്ങളാണ്. ഇത് കൈപിടിച്ചെടുക്കുക, ഇത് കയ്യേൽക്കേണ്ടത് നിങ്ങളാണ്. ഈ ദീപശിഖ വാനോളം ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങളാണ്. അതിനുള്ള തഖ്വയും അതിനുള്ള തൗഫീഖും അതിനുള്ള ഊർജ്ജസ്വലതയും അതിനുള്ള ആരോഗ്യവും ഈമാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. സാലിഹ് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജാമിഅ നദവിയ ദഅ്വ സമ്മേളനത്തിൻ്റെ 2ാം ദിനമായ ഇന്നത്തെ ആദ്യ സെക്ഷന് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം, ഇസ്ലാഹി നിലപാടിലെ മൗലികത എന്ന ഗൗരവമേറിയ വിഷയത്തെ ആസ്പദമാക്കി നടന്ന ഈ ഒരു സെക്ഷനിൽ ആദ്യമായി നമുക്ക് സ്വാഗത ഭാഷണം നിർവഹിച്ച ഫിറോസ് കായംകുളത്തിനും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന NV മുഹമ്മദ് സക്കരിയ മൗലവിക്കും ഉസ്മാൻ മിഷ്കാത്തി, ഡോക്ടർ മുനീർ മദനി, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് മൗലവി എന്നിവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സദസ്സ് വളരെ ഭംഗിയായി നിർവഹിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.